എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2092 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 49 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. പുരുഷ ജനനേന്ദ്രിയ രോഗങ്ങളും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ സാറ് നമുക്ക് കുറച്ച് ദിവസം മുമ്പ് ആദ്യ ഭാഗം എടുത്തിരുന്നു. അതിന് തുടർച്ചയായി വീണ്ടും ഇന്ന് രണ്ടാം ഭാഗമായി ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേൾക്കാം സാറേ. ഓക്കെ, എല്ലാം പതിവ് പോലെ ഈ IFPHന്റെ എല്ലാ സാരഥികൾക്കും, അതുപോലെ പ്രത്യേകിച്ച് അതിൻ്റെ കോർഡിനേറ്റർമാർക്കും, അതുപോലെ അതിൻ്റെ എല്ലാവർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത പോർഷൻ പുരുഷ ജനനേന്ദ്രിയങ്ങളും അതിനെ സംബന്ധിച്ചുള്ള ഹോമിയോപ്പതി ഔഷധങ്ങളുമാണ്. ഇന്ന് അതിൻ്റെ കുറെ കണ്ടിന്യൂവേഷൻ. പിന്നെ അത് തീർന്നു കഴിഞ്ഞാൽ സ്ത്രീ ജനനേന്ദ്രിയങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകളുമായിരിക്കും എടുക്കാൻ പോകുന്നത്. അത് ഭാഗം 2 വേണേൽ വിളിക്കാം. അടുത്തത് അത് 2 കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. പുരുഷന്മാരെ കാട്ടി കൂടുതൽ പ്രശ്നം സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് അത് വീണ്ടും ഒന്നുകൂടെ എടുക്കേണ്ടി വരും, 3ാം ഭാഗം കൂടെ എടുക്കേണ്ടി വരും. ഒരറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാമോ? ക്ലിയർ ആണോ? കേൾക്കാം, കാണാം, എല്ലാം ക്ലിയർ ആണ് സർ. ഓക്കെ. അന്നേരം ഇന്ന് എടുക്കുന്ന ആദ്യത്തെ ഭാഗം പുരുഷന്മാരിൽ സംഭോഗം അല്ലെങ്കിൽ കോയിഷൻ. ഇത് സാധാരണയുള്ള ഒരു കംപ്ലൈന്റ്, ഒരുപാട് പേര് പറയാറുള്ള ഒരു കംപ്ലൈന്റ് ആണ്. സംഭോഗത്തിന് ശേഷം വർദ്ധിച്ച ക്ഷീണം, ഭയങ്കര ക്ഷീണം, എഴുന്നേക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുള്ളവരുണ്ട്. പ്രധാനപ്പെട്ട ഔഷധം അഗാരിക്കസ് ആണ്. ഞാൻ പറയുന്ന മെഡിസിൻസ് എല്ലാം ഞാൻ കൊടുക്കാറുള്ളത് 50 മില്ലിസ്പെൻ പൊട്ടൻസി ആണ്. ഏതെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഞാൻ അതിനോടുകൂടി പറയുന്നതായിരിക്കും. ഓക്കെ, സ്പീഡ് കൂടുതലില്ലല്ലോ? ഇല്ല സാറേ. ഒരു കേസ് ഞാൻ ഒരിക്കൽ കുറച്ചിട്ടുണ്ട്. ഈ സംഭോഗ സമയത്ത് ആസ്മ ഉണ്ടായിരുന്ന ആളാണ്. അയക്ക് ആ സമയത്ത് കൂടും. ഇത് സാധാരണ ആസ്മക്കാർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്, ഒത്തിരി പേർക്കുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട മെഡിസിൻ അംബ്രാഗ്ലിക്സിൻ. ഓക്കെ, പ്രധാനപ്പെട്ട വേറൊരു മെഡിസിനാണ് ബെറൈറ്റ കാർബ്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സംഭോഗം നടക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഉറങ്ങിപ്പോവാം. അത് തിരിച്ചാക്കാൻ പറ്റിയത. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങും. ബെറൈറ്റ കാർബ മെഡിസിൻ. പിന്നെ ഞാൻ വേറൊരു കേസ് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരന് കുറവാക്കിയതാണ്. 30 വയസ്സുണ്ട്. വർഷങ്ങളോളം അയാൾക്ക് ഈ കൺവെൻഷൻ ഉണ്ടാകും സംഭവ സമയത്ത്. അത് മുഫോറാണ്, അതുകൊണ്ടാണ് കുറവ്. അതിന് വേറെ ഒന്നുകൂടെ ഉണ്ട്, ലൈറ്റ് അഗ്രവേഷൻ. കൺവെൻഷൻ ലൈറ്റ് അഗ്രവേഷനോടെ ഉണ്ട്. അങ്ങനെ 2 സിംറ്റംസ് വെച്ച് അയാളുടെ കംപ്ലീറ്റ് വേറെ എവിടെയെല്ലാം പോയി എന്തെല്ലാം സ്പെഷ്യലിസ്റ്റും അതും ഇതെല്ലാം ചെയ്ത് ആയുർവേദമൊക്കെ ചെയ്തിട്ടും പറയാത്ത വന്നത് നമ്മുടെ ബുഫോറാണ് കൊടുത്ത് കംപ്ലീറ്റ് പറയും. പിന്നെ സംഭവത്തിന് പരിപൂർണമായ വിരക്തി, ഗ്രാഫൈറ്റിസ്. അത് മെയിലും വരാം, ഫീമെയിലും വരാം. സംഭവത്തിന് ശേഷം നടുവിന് വേദനയും കാഴ്ചക്കുറവും അനുഭവപ്പെടുന്നു. അത് പ്രധാനം വരുന്നത് നടുവിന് വേദന കാലിക്കാർബാണ്. പിന്നെ കനാബീസ് ഇൻഡിക്കായും വരാം. സംഭോഗത്തിന് സ്ഖലനമുണ്ടാകാതിരിക്കുക മിന്നിപോളിയമാണ് മെഡിസിൻ. മിന്നിപോളിയം
സ്പീഡ് കൂടുന്നുണ്ടോ ഡോക്ടറെ? ഇല്ല സർ, ഇല്ല ഡോക്ടർ. സംഭവത്തിന് ശേഷം ഓക്കാനവും ഛർദിയും അനുഭവപ്പെടുന്ന മോസ്കസ് മെഡിസിൻ. മോസ്കസിന് വേറൊരു സിംറ്റം കൂടെ ഉണ്ട്. 2-3 കേസിൽ മോസ്കസ് വളരെ ഇൻഡിക്കേറ്റഡ്. ഓൾഡ് ഏജ് ഫീമെയിൽസിൽ ഈ സെക്സ്വൽ എക്സൈറ്റ്മെന്റ് കൂടുതലുള്ളത് ഓൾഡ് ഏജിൽ കൊടുക്കാൻ നല്ലതാണ്. വേറൊന്ന് മോസ്കസിന്റെ ഡയബറ്റിസ് കേസിൽ സെക്സ്വൽ വീക്ക്നെസ്സിന് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് മോസ്കസ്. എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടോ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കേസസ് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പകുതി സമയം പോകുന്നതുകൊണ്ട് കൂടുതൽ അതിലോട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. ഭയങ്കരമായിട്ടുള്ള വിശപ്പ് സംഭവത്തിന് ശേഷം നേട്ടം കാർബാണ് മെഡിസിൻ. ഈ നേട്ടം കാർബൺ വേറൊരു ഫീമെയിൽസിൽ അത് ഈ സെമൻ നിൽക്കാതിരിക്കുന്ന കേസുകളിൽ സ്റ്റെറിലിറ്റി കേസിൽ വളരെ പ്രയോജനപ്പെട്ട ഒരു മെഡിസിനാണ് നേട്ടം കാർബൺ. സംഭവത്തിന് ശേഷം അമിതമായ ക്ഷീണവും വെറിപിടിക്കലും അനുഭവപ്പെടുകയാണെങ്കിൽ സെലീനിയം മെറ്റാണ് മെഡിസിൻ. സ്പീഡ് കൂടുന്നുണ്ടെ പറഞ്ഞോണം കേട്ടോ, കുറയ്ക്കാം. പറയാം സാർ. സംഭവത്തിന് ശേഷം ശ്വാസം മുട്ടലും മൂത്രവിസർജനത്തിനുള്ള പ്രേരണയും അനുഭവപ്പെടുകയാണെങ്കിൽ സ്റ്റാഫിസാക്രിയ. ഉടനെ തന്നെ മൂത്രമൊഴിക്കണം, അല്ലെ മൂത്ര വിസർജനത്തിനുള്ള ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ സ്റ്റാഫിസാക്രിയാണ് മെഡിസിൻ. ഉദാഹരണത്തിന് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സ്ഖലനം നടക്കുകയാണെങ്കിൽ സൾഫർ. ഇനി ഞാൻ ഇന്നാണ് വേറെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു, കണ്ടാൽ മതി, ദൂരെ നിന്ന് കണ്ടാൽ മതി, അന്നൊരു സ്ഖലനം നടക്കുകയാണെങ്കിൽ നക്സോമിക്കായ മെഡിസിൻ. സംഭവത്തിന് ശേഷം മൂത്രവിസർജനത്തിന് പ്രയാസം തൊട്ടാൽ സഭാസുകളേറ്റ അത് മദർ ടിഞ്ചറാണ് കൊടുക്കാറ്. അതൊന്നുകൂടെ പറയാം സാറേ. സംഭവത്തിന് ശേഷം മൂത്രവിസർജനത്തിന് പ്രയാസം, മൂത്രം പോകാൻ ഒത്തിരി നേരം മുക്കി നിൽക്കണം, എന്നാലും ചിലപ്പോൾ പോകാൻ പ്രയാസം, ഭയങ്കര പ്രയാസമാണ്. അത് ചിലപ്പം നേട്ടം മൂറിനും കാണാം. പക്ഷെ നേട്ടം മൂറിന് വേറൊരാൾ അടുത്ത് ഉണ്ടെന്ന് തോന്നിയാൽ പിന്നെ അതിന് ചെയ്യാവുന്ന വേറൊരു പരിപാടിയുണ്ട്. എനിക്ക് ഇച്ചിരി കഫക്കെട്ടുണ്ട്, അതുകൊണ്ട് ഓഴ്സിനസ് പോലെ തോന്നിക്കാം ശബ്ദത്തിന്. ഇത് ശബ്ദം അടച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? കേൾക്കാമോ? കേൾക്കാം സാറേ, കുഴപ്പമില്ല. അത് സ്റ്റാഫിസാക്രി അല്ലേ സാർ പറഞ്ഞത്? അതെ, സ്റ്റാഫിസാക്രിയ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നേട്ടം മോർ പറ്റിയില്ല, അന്നേരം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആടിങ്ങനെ അഥവാ വല്ല കല്യാണത്തിനോ ഫംഗ്ഷനോ ഒക്കെ പോയാൽ അവസാനം നോക്കി നിൽക്കും. അല്ലെങ്കിൽ തലയ്ക്ക് തിയേറ്ററിലൊക്കെ ആണെങ്കിൽ ആള് ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളി പോയി കാര്യം സാധിക്കും. ആരെങ്കിലും അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ പുള്ളിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ വേറൊരു ട്രിപ്പ് കൂടെ ഉണ്ട്, കണ്ണു അടച്ച് നിൽക്കുക, എന്നാലും മൂത്രം വേഗം പോകും. അതൊരു സൊല്യൂഷനാണ്. പിന്നെ സംഭവം കൊണ്ടോ യോനിയിലെ സ്രവവുമായി സ്പർശിക്കുന്നത് കൊണ്ടോ ലിംഗത്തിൽ പുകച്ചിൽ അനുഭവപ്പെടുക. അത് കഴിയുമ്പോൾ ഈ ക്രിയോസോട്ടിന്റെ സിംറ്റം. ക്രിയോസോട്ടിന് അതായത് സംഭവ സമയത്തും അത് കഴിഞ്ഞാലും ചിലപ്പോൾ പുകച്ചിൽ അനുഭവപ്പെടും. അത് ക്രിയോസോട്ടാണ് മെഡിസിൻ. അടുത്തത് ഉദാഹരണ പ്രശ്നങ്ങൾ, ഇറക്ഷൻ പ്രോബ്ലംസ്. ഉദാഹരണത്തിന് പ്രയാസം തോന്നുവാണെങ്കിൽ ആഗ്നസ് കാസ്റ്റസ്. ഒരു കേസ് ഞാൻ കുറച്ചിട്ടുണ്ട്. ഒരാള് ഈ അയാള് ഹോമോസെക്ച്വലാണ്, അയക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഒരു ജന്മകാരൻ. അയക്ക് ആഗ്നസ് കാസ്റ്റസ് കൊടുത്തു. അതുപോലെ അയക്ക് അത് കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞു അയക്ക് ഉദാഹരണത്തിന് പ്രയാസം വന്നു. ആഗ്നസ് കാസ്റ്റസ് തന്നെ 0-3-6 കൊടുത്തപ്പോൾ കംപ്ലീറ്റ് കുറവായി. അതിരാവിലെ ഉണ്ടാകുന്ന ഉദാഹരണത്തിന് അമോണിയം കാർബൺ. അതിരാവിലെ വെളുപ്പിന്
അതിരാവിലെയാണ് പുള്ളിക്ക് പറ്റത്തുള്ളൂ, ബാക്കിയുള്ള സമയമൊന്നും പറ്റില്ല. സംഭവത്തിൽ ഒരുങ്ങുമ്പോൾ സാർ അത് ഏതായിരുന്നു മെഡിസിൻ? അതിരാവിലെ സംഭവം ഒരുങ്ങുമ്പോൾ ഉദാഹരണം ഇല്ലാതാകുന്നത്, സോറി കേട്ടോ, അത് രാവിലെ ഉണ്ടാകുന്ന ഉദാഹരണമാണ് അമോണിയം കാർബ്. ഒരുങ്ങുമ്പോൾ ഉദാഹരണം ഇല്ലെങ്കിൽ ആർജന്റൻ നൈട്രിക്ക. ഒരുമാതിരി ആൻസൈറ്റി ന്യൂറോസിസും കാണും ആർജൻ നൈട്രിക് എത്തിന്. അതായത് ആർജൻ നൈട്രിക് എത്തിന് സംഭവത്തിന്റെ കാര്യം ഓർക്കുമ്പം മൂത്രമൊഴിക്കാനോ കൂസിപ്പോകാനോ മുട്ടുന്ന ഒരു സ്വഭാവം കൂടെ ആർജൻ നൈട്രിക്കിന് കണ്ടിട്ടുണ്ട്. പിന്നെ ഭാഗികമായോ പൂർണ്ണമായ ഉദാഹരണം ഇല്ലാതാക്കുന്ന മെഡിസിനാണ് കൊണയമ്മാക്ക്. അത് പ്രത്യേകിച്ച് ഓൾഡ് ഏജിലെ ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റോടുകൂടി വന്നാൽ ഒന്നും നോക്കണ്ട, കണ്ണുടച്ച് കൊണയമ്മാക്ക് കൊടുത്തു റിസൾട്ട് കിട്ടും. പിന്നെ വേദനയോട് കൂടിയ ഉദാഹരണം, ഭയങ്കര വേദനയായിരിക്കും, സഹിക്കാൻ മേലാത്ത, അങ്ങനെയുണ്ടെങ്കിൽ കാന്താരിസാണ് മെഡിസിൻ. ഉറക്കത്തിൽ ഉദാഹരണം ഉണ്ടാകുകയാണെങ്കിൽ ഫ്ലോറിക് ആസിഡ്. ഭാഗികമായ ബലഹീനത അനുഭവപ്പെടുകയാണെങ്കിൽ ഡെസിറ്റിനം, അത് 3XO മദർ ടിഞ്ചറോ ആണ് കൊടുക്കുന്നത്. അതെന്താ പറഞ്ഞ സാറ്? ഡെസിറ്റിനം ഭാഗ്യമായ ഉദാഹരണം ബലഹീനത അനുഭവപ്പെടുകയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ കുറേശ്ശെ ഇതുണ്ട്, ആശയുണ്ട്, ആർക്കുമില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഡൈക്കോപ്പോഡിയം കൊള്ളാം, ഇതും കൊള്ളാം. ഒട്ടും ഉദാഹരണം ഇല്ലെങ്കിൽ ഉള്ള 2 മെഡിസിനാണ് ഗ്രാഫൈറ്റിസും ഡൈക്കോപ്പോഡിയം. ഗ്രാഫൈറ്റിസിന് അതിനെക്കുറിച്ചുള്ള ചിന്തയായിട്ട് അങ്ങനെ ഒരു ഉദാഹരണശേഷിയില്ല, ആഗ്രഹമില്ല. പക്ഷെ ഡൈക്കോപ്പോഡിന് ആശയുണ്ട്, ആർക്കുമില്ല. ഉറക്കത്തിൽ ഭയാനകമായ ഉദാഹരണം, ലിംഗം പൊട്ടിപ്പോകുമെന്നുള്ള തോന്നുന്നു. പിക്രിക് ആസിഡാണ് മെഡിസിൻ. പിക്രിക് ആസിഡ് പ്രോസ്റ്റേറ്റിൽ നിന്ന് തൊണ്ടിയായിട്ട് സ്രാവം പോവുകയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഉദാഹരണമാണെങ്കിൽ പൾസാറ്റിലാണ് മെഡിസിൻ. ബാക്കിയുള്ള അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള സിംറ്റംസ് എല്ലാം കാണും. ഇനി രതിമൂർച്ചയ്ക്ക് ശേഷവും ഉദാഹരണം നിലനിൽക്കുകയാണെങ്കിൽ സെഫ്റ്റിയാണ് മെഡിസിൻ. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇനി അടുത്തത് എക്സിമ ഉണ്ടെങ്കിൽ ചൊറിയെന്ന് പറയും. കൃഷ്ണസഞ്ചിയിൽ, അതായത് ടെസ്റ്റിസിൽ പഴുപ്പ് നിറഞ്ഞ ചെറിയ കുരുക്കൾ സഞ്ചിയിൽ ഉപ്രം ആഴ്സനേറ്റമാണ് മെഡിസിൻ. ഉപ്രം ആഴ്സനേറ്റം ഭയങ്കരമായ ചൊറിച്ചിലും പഴുപ്പ് നിറഞ്ഞ കുരുക്കളും വരികയാണെങ്കിൽ പ്രോട്ടൻറ്റിക് ആണ് മെഡിസിൻ. ആദ്യം പറഞ്ഞ സാറേ കൃഷ്ണസഞ്ചിയില് ആദ്യം പറഞ്ഞ ഏതാ? ഉപ്രം ആഴ്സനേറ്റം. അത് കുരുക്കള്. അതെ. ഇത് പഴുപ്പും ചൊറിച്ചിലും. ഇത് ചൊറിച്ചിലും പഴുപ്പും നിറഞ്ഞ കുരുക്കൾ, പഴുപ്പും ചൊറിച്ചിലോട് കൂടിയുള്ള കുരുക്കളും ഉണ്ടെങ്കിൽ പ്രോട്ടൻറ്റിക് ആണ്. ചൊറിച്ചിലും കുരുക്കളും കാണുകയാണെങ്കിൽ വേറൊരു മെഡിസിനുണ്ട്, ചെറിയ കുരുക്കളായിരിക്കും, റെസ്റ്റോക്സ് ആണ് മെഡിസിൻ. ഇനി അടുത്തത് ലിംഗാഗ്രം അല്ലെങ്കിൽ ഗ്ലാൻസ് പെരിസ് എന്ന് പറയും. അത് ഒരു വലിയ പ്രശ്നമാണ് പലർക്കും, പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസിന് സാധാരണ കാണും. പുകച്ചിൽ അനുഭവപ്പെടുക, ആഴ്സനിക് ആൽമാണ് മെഡിസിൻ. പുകച്ചിൽ കാണും. വ്രണങ്ങളുണ്ടെങ്കിൽ ആറും മൂറാണ് ഒത്തിരി പേർക്ക് കാണാറുള്ള ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഈ ഗ്ലാൻസ് പെനിസിൻ മാഗ്നൈറ്റിസ് പോലെ കാണാം. അത് സാധാരണ ഉണ്ടാകാറുള്ള ഒരു മെയിൻ പ്രോബ്ലമാണ്. അത് ഏത് മെഡിസിനെ പറഞ്ഞത്? ആറം മൂർ
വീക്കമാണെങ്കിൽ വീക്കമാണെങ്കിൽ മെർക്കോറാണ് മെഡിസിൻ. മെർക്കോർ. വ്രണങ്ങളൊക്കെ ആണെങ്കിൽ നൈട്രിക് ആസിഡ് നല്ല മെഡിസിൻ. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കേസാണ്. ഒരുപാട് കേസുകളിൽ നൈട്രിക് ആസിഡ് കിട്ടാറുണ്ട്. ലിംഗാഗ്രഹത്തിൽ കീറുന്ന പോലെ വേദനയുണ്ടെങ്കിൽ സരസപ്പാരില ആണ് മെഡിസിൻ. മൃദുമായ അരിമ്പാറ ഉണ്ടെങ്കിൽ ലിംഗാഗ്രഹത്തിൽ കാണുമെങ്കിൽ സർപ്പറാണ് മെഡിസിൻ. ഞാൻ നൈട്രിക് ആസിഡ്, പിന്നെ പൂജ, ഇങ്ങനെയുള്ള പല മെഡിസിനും കൊടുക്കാറുണ്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ട്. ഞാനിപ്പോൾ സ്വയംഭോഗം അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ, ഇത് സാധാരണ ആണുങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ്. ഞാൻ ഒരിക്കൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നത്. ഒരു കേസ് കഴിക്കാൻ പേടി, എന്നും ദിവസം 2-3 പ്രാവശ്യം സ്വയംഭോഗം ചെയ്തിട്ട് കിടക്കണം. ഒരു കേസ് ആസിഡ് ഡോസ് കൊണ്ട് പറഞ്ഞു, വേറൊരു കേസ് ആഗ്നസ് കാസ്റ്റസ് കൊണ്ട്. ആഗ്നസ് കാസ്റ്റസ് ഒരു വലിയ മെഡിസിൻ, ഒന്നാന്തരം മെഡിസിൻ. ഏകാന്തത ഇഷ്ടപ്പെടുകയും സ്വയംഭോഗം ചെയ്യുവാനുള്ള പ്രേരണയുണ്ടെങ്കിൽ മൂഫോറാണ്. ഞാൻ മുമ്പേ ഒരു കേസിൽ പറഞ്ഞു, എപ്പിലെപ്സി വരികയാണെങ്കിലും അത് നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്ന് സ്വയംഭോഗം ചെയ്യാനുള്ള പ്രേരണയുണ്ടെങ്കിൽ മൂഫോറാണ് മെഡിസിൻ. അതുകൊണ്ട് ഈ സ്വയംഭോഗം കൊണ്ട് ഒരാത്മവിശ്വാസം നഷ്ടപ്പെടും. അത് പ്രത്യേകിച്ച് കല്യാണം കഴിച്ചാൽ എനിക്ക് പലതര കുഴപ്പങ്ങളുണ്ട്, വീക്ക്നെസ് ഉണ്ട്, ഞാൻ സക്സസ്ഫുൾ ഏതാ എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അനാക്കാർഡിയം അതിനുള്ള ഒരു നല്ല മെഡിസിനാണ്. അത് ഇതിപരമായിട്ടുള്ള ചിന്തകളും ഒറിഗാനും ഒരു നല്ല മെഡിസിനാണ്. അതിനുള്ള ആർത്തിയുണ്ട്. ഒറിഗാനം അതിന്റെ സിംറ്റം എന്നാ പറഞ്ഞു സാറ്? രതിപരമായ ചിന്തകളും സ്വയംഭോഗത്തിനുള്ള ആർത്തിയും. അത് ലോവർ പൊട്ടൻസി പ്രയോജനപ്പെടും കേട്ടോ. 3x മദർ ടിഞ്ചറുമാണ് കൂടുതൽ ഉപയോഗപ്പെടുന്നത്. മെഡിസിൻ ഏതായാലും സാറ്? ഒറിഗാനം കൊണ്ട് വേറെ പറയാം കേട്ടോ. ഒറിഗാനം ഒരുപാട് കേസുകളിൽ ഞാൻ കുറച്ചിട്ടുണ്ട്. ഈ മാസ്റ്റർബേഷൻ കേസിൽ ആണിനും പെണ്ണിനും കുറച്ചിട്ടുണ്ട് കേട്ടോ. ബുദ്ധിപരമായ ശാരീരികവുമായ ക്ഷീണം, കുട്ടികളിൽ സ്വയംഭോഗത്തിനുള്ള പ്രവണത, ഭയങ്കര ക്ഷീണമായി, ഉറക്കവും, ഒന്നിനോടും താല്പര്യമില്ല, അങ്ങനെയൊക്കെ വന്നാൽ സ്റ്റാഫീസാക്കറിയാം മെഡിസിൻ. അവിടെ എങ്ങാണ്ടൊക്കെ മഴയുണ്ടെന്ന് തോന്നുന്നു. മാക്രി കരയുന്ന ഒച്ച കേൾക്കാം. അതിവിടെയാ സാറ്. വേരിക്കോസിൽ ഫിസിഷ്യൻ, ഇത് ഞാൻ പറയാൻ കാര്യം, ഫിസിഷ്യൻ മസ്റ്റ് ബി എ ഗുഡ് ഒബ്സർവർ എന്ന് ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. വേരിക്കോസിൽ കൃഷ്ണകോശങ്ങൾക്ക് ചുറ്റിനും നീലിനികൾ വീർത്ത് വളഞ്ഞ് പുളഞ്ഞ് കെട്ടുവിളഞ്ഞ് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് വേരിക്കോസിൽ എന്ന് പറയുന്നത്. വേരിക്കോസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക ഔഷധം കൃഷ്ണങ്ങളിൽ വീക്കവും റൊമാറ്റിക് കോഡിൽ വലിക്കുന്നത് പോലെയുള്ള വേദനയും അനുഭവപ്പെടുന്നു. കൃഷ്ണസഞ്ചിയിൽ നിന്നും വയറ്റിലേക്ക് തുളച്ചു കയറുന്ന വേദന. ഇച്ചിരി സ്പീഡ് ഉണ്ട് സാറേ. അന്നേരം കുറയ്ക്കാം, ഒന്നുകൂടെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേക ഔഷധം കൃഷ്ണങ്ങളിൽ വീക്കവും സെർമാറ്റിക് കോഡിൽ മരിക്കുന്നത് പോലെയുള്ള വേദനയും. ഭയങ്കര വേദനയായിരിക്കും. അതായത് സ്കൂട്ടറിലൊന്നും ഇരിക്കാൻ മേല, വീട്ടിൽ തന്നെ കസേര ഇരുന്നാൽ പോലും ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ കൊടുക്കാവുന്ന മെഡിസിനാണ് അമാമിലിസ്.
ഭയങ്കര വിശപ്പും തളർച്ചയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വിശപ്പും കാണും. അമാമനീസാണ് മെഡിസിൻ. ഇതിന് വേറൊന്നുകൂടെ ചെയ്യാം. കമാമനീസ് ചേർത്ത് ഹിപ്പ് ബാത്ത് കൊടുക്കാം. അല്ലെങ്കിൽ രാത്രിയിൽ കമാമനീസ് ലോഷനിൽ തുണി മുക്കി രോഗം ബാധിച്ച സ്ഥലത്ത് അമർത്തി ഉടയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ചീര കൊടുത്താലും അല്ലെങ്കിൽ കവീന കൊടുത്താലും വളരെയധികം പ്രയോജനം കിട്ടുന്നതാണ്. ഹേമം കൊണ്ടുണ്ടാകുന്ന വേരിക്കോസ് സ്പെർമാറ്റിക് കോഡിൽ വീക്കവും വേദനയും അനുഭവപ്പെട്ടാൽ കൊടുക്കാവുന്ന എല്ലാവർക്കും അറിയാവുന്ന മെഡിസിനാണ് ആർണിക്ക. ഈ വെയിനിൻ്റെ, അതായത് നീലനമനികളിൽ നിന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. അനുഭവപ്പെടുകയും ഒരു പ്രതിരോധ ഔഷധമായി നൽകാവുന്ന പൾസാറ്റിലാണ്. എനിക്ക് ഒരുപാട് കേസുകൾ ഈ വേരിക്കോസ് വെയിൻ്റെ അൾസറിനും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഈ പൾസാറ്റില തന്നെ കുറച്ച് ഒരുപാട് വേരിക്കോസ് വെയിനും അതുപോലെ വേരിക്കോസ് അൾസറും കുറയ്ക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രയോജനപ്രദമാണ് ഈ കേസുകളിലും പൾസാറ്റില ഒന്നാന്തര ഔഷധമാണ് വേരിക്കോസിൽ. ഭയങ്കര ക്ഷീണമായിരുന്നെങ്കിൽ, വേരിക്കോസോട് കൂടി ക്ഷീണം ഉണ്ടെങ്കിൽ ഫോർമിക്ക റൂപ, അത് മദർ ടിഞ്ചറോ 3x കൊടുക്കും. ഒത്തിരി ക്രോണിക്കായ വേരിക്കോസിനാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള അതിൻ്റെ സിംറ്റംസ് ഒക്കെ കൂടുതലുമാണെങ്കിൽ, സെക്സിനോട് കൂടുതൽ അത്യാർത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലൂറിക് ആസിഡ് നല്ലൊരു മെഡിസിൻ. അത് പൊട്ടൻസിയാണ്. ഈട് കൂടിയില്ലല്ലോ വീണ്ടും. ഇല്ല ഇല്ല ഇല്ല. ഫൈമോസിസ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. പ്രായപൂർത്തിയായിട്ടും പിന്നോട്ട് മാറാത്ത ലിംഗാഗ്രഹത്തെ ആവരണം ചെയ്തിരിക്കുന്ന അഗ്രചർമ്മം, ഈ ചർമ്മത്തിന് അധികം നീളമുണ്ടായിരിക്കുക, അഗ്രചർമ്മത്തിൽ സുഷിരം തീരെ ചെറുതായിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളുള്ള അവസ്ഥയാണ് ഫൈമോസിസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥ കാരണം അഗ്രചർമ്മത്തിനിടയിലുള്ള സ്രവം ആ ഭാഗത്ത് കെട്ടിനിന്ന് ചൊറിച്ചിലോ വ്രണങ്ങളോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഗ്രചർമ്മം പുറകോട്ട് നീക്കാൻ ശ്രമിച്ചാൽ അസഹ്യമായ വേദന അനുഭവപ്പെടുകയും ചിലപ്പോൾ അഗ്രചർമ്മം മുമ്പോട്ട് പോകാതെ മണിക്ക് പുറകിൽ നിന്നും വരാം. ഇത് ഇറുക്കം ഉളവാക്കുകയും ലിംഗാഗ്രകോശത്തിലുള്ള രക്തപ്രവാഹത്തിന് തടസ്സം നേരിടുകയും ആ ഭാഗത്തെ കോശങ്ങൾ നശിച്ചു പോകുവാൻ ഇടയാകുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇറുക്കമുള്ള അഗ്രചർമ്മം ശസ്ത്രക്രിയ വഴി മുറിച്ചു മാറ്റാവുന്നതാണ്. അതായത് സർക്കംസിഷൻ ചെയ്യാൻ എന്നതാണ് ഏറ്റവും ഉത്തമം. എങ്കിലും നമ്മുടെ മരുന്ന് ചിലതൊക്കെ വളരെയധികം പ്രയോജനപ്രദമാണ്. അത് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ചിലപ്പം ഈ സർക്കംസിഷന് വിടേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിനാണ് മെർസ് അയോഡൈറ്റ്. അഗ്രചർമ്മത്തിൽ വീക്കം കാണുകയാണെങ്കിൽ എപ്പിസ്മെൽ ഒന്നാന്തരം ഒരു മെഡിസിനാണ്. വീക്കവും കട്ടിയുള്ളതും പൊട്ടിയതുമായി കാണുന്ന അസഹനീയ ചൊറിച്ചിലോട് കൂടിയാണെങ്കിൽ നൈട്രിക് ആസിഡ്. ഇതെനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിനാണ് നൈട്രിക് ആസിഡ്. പല കേസുകളിൽ ലിംഗാഗ്ര ചർമ്മത്തിലുണ്ടാകുന്ന പല കേസുകളിലും ഒരുപാട് റിസൾട്ട് കിട്ടിയ മെഡിസിനാണ് നൈട്രിക് ആസിഡ്. ചർമ്മത്തിൽ അടിയിലുള്ള പഴുപ്പ് വരുന്നു. കുട്ടികളിൽ കാണുന്ന ഫൈമോസിന് കുറവില്ലെങ്കിൽ ഒരു ഇന്റർകറൻ്റായിട്ട് കൊടുക്കാവുന്ന മെഡിസിൻ സൾഫറ. നമ്മുടെ ഇൻഡിക്കേറ്റർ മെഡിസിൻ ഒന്നും കൊടുത്തിട്ട് റിസൾട്ട് കണ്ടില്ലെങ്കിൽ സൾഫർ കൊടുത്തിട്ട് വീണ്ടും ആ മെഡിസിൻ കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി അൺഡിസെൻറ്റഡ് ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ ഇറങ്ങി വരാത്ത അവസ്ഥ. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് തൈറോയിഡിന്. അതിന് ഒരുപാട് കേസുകൾ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പലരും ഓപ്പറേഷൻ ചെയ്ത് താഴോട്ട് എടുക്കണമെന്ന് പറഞ്ഞ പല കേസുകളും ചെറുപ്പത്തിൽ തന്നെ 2-3 വയസ്സിനകം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 മാസം 3-4 മാസം കൊണ്ട് ചിലപ്പോൾ 6 മാസം വരെ എടുക്കും.
തീർച്ചയായിട്ടും വരും. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട ഔഷധമാണ് പെൺപിള്ളേരുടെ ചേഷ്ടകളൊക്കെ കാണിക്കുക. പെൺപിള്ളേർ നടക്കുന്നോട്ട് നടക്കുക, പെൺപിള്ളേർ കൊടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കാണിച്ചാൽ ഓറമ്മൂറാണ് മെഡിസിൻ. അത് മദർ ടിഞ്ചറോ 3X ആണ് കൊടുക്കുന്നത്. ഡോക്ടറെ ഒരു സംശയം ചോദിക്കട്ടെ, തൈറോയിഡിനും ഏത് പൊട്ടൻസിയാണ് ഞാൻ 200 1 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തല്ല, അത് എല്ലാം പൊട്ടൻസി അല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഓറമ്മൂർ 3X മദർ ടിഞ്ചറും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സെപ്റ്റിക് കോഡിൽ വേദന അനുഭവപ്പെടുന്നത് വലതുവശത്ത് കൂടുതലാണെങ്കിൽ ക്രീമാറ്റിസ് മെഡിസിൻ. സ്പെർമാറ്റിക് കോഡിൽ വേദനയും വലതുവശത്ത് കൂടുതലായി കാണുകയും ചെയ്യുകയാണെങ്കിൽ ക്രീമാറ്റിസ് ആണ് മെഡിസിൻ. വേദനയും വീക്കവും അനുഭവപ്പെടുന്ന ഇടതുവശത്ത് കൂടുതലായി കാണുകയാണെങ്കിൽ റോഡോഡൻഡ്രോൺ. എനിക്ക് ഒരുപാട് കേസ് റോഡോഡൻഡ്രോണിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇതിലും കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ടെസ്റ്റിസിന് വീക്കമുള്ള കേസുകളിലും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഓർക്കൈറ്റിസിലും ഒക്കെ ഹൈഡ്രോസീനിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ റോഡോഡൻഡ്രോൺ ലെഫ്റ്റ് സൈഡാണെങ്കിൽ. റൈറ്റ് സൈഡ് ആണെങ്കിൽ ക്ലിമാറ്റിസിലും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ കേസിലല്ല. ഫീഡ് കൂടുതലില്ലല്ലോ? ഇല്ല സാറേ. ലിംഗാഗ്രചർമ്മത്തിന് നീർവീക്കം, അതായത് ഒബ്യൂസ്, അതിൻ്റെ ഇൻഫ്ലമേഷൻ, ക്ഷതം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ നിർവീക്കമൊക്കെ ഉണ്ടെങ്കിൽ ആർണിക്കാണ്, പൊട്ടൻസിയാണ്. പിന്നെ നിർവീക്കത്തിനുള്ള ഒരു പ്രത്യേക ഔഷധം മെർസോള. നിർവീക്കത്തിനുള്ള ഒരു പ്രത്യേക ഔഷധം. സൂചി കൊണ്ട് അഗ്രചർമ്മത്തിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലുള്ള വേദനയാണ് കൊറാലിയം ആണ് മെഡിസിൻ. അഗ്രചർമ്മത്തിൽ വീക്കവും ചൊറിച്ചിലും അനുഭവപ്പെടുന്ന കേസാണെങ്കിൽ സിനാബ്രീസ്, ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കേസാണ്, മെഡിസിനാണ് സിനാബ്രീസ്. അതായത് മുമ്പേ പറയാൻ വന്നപ്പം മറന്നുപോയ ഒരു കേസാണ്. അത് ഈ ലിംഗത്തിന് വാഴ്സ് ഉണ്ടായാലും സിനാബ്രീസ് കൊടുത്താൽ പറയും. അപ്പം ഞാനത് പറയാൻ വന്നപ്പം ഞാനത് മറന്നു. അഗ്രചർമ്മത്തിൻ്റെ അകത്തും അരികിലും വീക്കം, കുത്തുന്നത് പോലെ കീറുന്നത് പോലെയുമുള്ള വേദന, വൈകുന്നേരം തുടങ്ങി രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്നതുമായ വേദന കാരണം ഉറക്കം പോലും വരാത്ത സ്ഥിതി ആണെങ്കിൽ നൈട്രിക് ആസിഡ്. ഇത് ഒരു നല്ല ഇൻഡിക്കേഷനാണ്. പിന്നെ ഒരു മെഡിസിൻ വീക്കവും കുത്തുന്ന പോലെയുള്ള വേദനയാണെങ്കിൽ, സൂചി കൊണ്ട് കുത്തുന്നതാണെങ്കിൽ കൊണയമ്മാക്കാണ് മെഡിസിൻ. അതിനോടുകൂടി പഴുപ്പുള്ള കാണുകയാണെങ്കിൽ എപ്പാർസൾഫാണ് മെഡിസിൻ. സ്പീഡ് കൂടുന്നുണ്ടാ പറഞ്ഞോണേ. ഇച്ചിരി കൂടി ഇപ്പൊ. അറിയാതെ കൂടിപ്പോന്ന. എന്നാലും ഇത് തീർന്നു. ഒന്നുകൂടെ വായിക്കണോ, പറയണോ? നൈട്രിക് ആസിഡ് മുതലൊന്ന് പറഞ്ഞാൽ കൊള്ളാം സാറേ. എന്നാലും നൈട്രിക് ആസിഡ് മുതൽ പറയാം. അഗ്രചർമ്മത്തിന്റെ അകത്തും അരികിലും വീക്കം, കുത്തുന്നത് പോലെയും കീറുന്നത് പോലെയുമുള്ള വേദന, വൈകുന്നേരങ്ങളിലും രാത്രിയിലും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദന, ദിവസം മിക്കവാറും വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങും, രാത്രി കൂടും. രാത്രി ഇതുകൊണ്ട് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതി അങ്ങനെ വരികയാണെങ്കിൽ നൈട്രിക് ആസിഡാണ് മെഡിസിൻ. വീക്കവും കുത്തുന്നത് പോലെയും മുറിക്കുന്നത് പോലുള്ള വേദനയാണെങ്കിൽ കൊണയമ്മാക്കാണ് മെഡിസിൻ. അതിനോടൊപ്പം പഴുപ്പും വേദനയും ഉണ്ടെങ്കിൽ എപ്പാർസൾഫാണ് മെഡിസിൻ. പൊട്ടൻസിയാണ്. ഏതെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയും. അപ്പൊ ഇതോടെ പുരുഷജനനേന്ദ്രിയത്തിന്റെ കാര്യം കഴിഞ്ഞു. എത്ര മിനിറ്റ് ഉണ്ട്? നമുക്ക് സമയമുണ്ട്.
അന്നേരം ഇനി സ്ത്രീ ജനനേന്ദ്രിയത്തിലോട്ട് കിടക്കാം. പാട്ട് അതായത് സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാം. ആദ്യം ഡിസ്പിനോറിയ തന്നെ ആയിക്കോട്ടെ. വേദനയോട് കൂടിയ ആർത്തവം ഇത് സാധാരണയാണ്. ഇത് ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ്. ആ 2-3 ദിവസം ഇപ്പം എന്നൊക്കെ ചെയ്താലും കുറവ് കിട്ടാത്ത, ആ 2-3 ദിവസം ഓർക്കാൻ പോലും മേലാത്ത ആൾക്കാരുണ്ട്. ആർത്തവ സമയത്തോ അതിനല്പം മുമ്പോ പിൻപോ കഠിനമായ വയറുവേദന അനുഭവപ്പെടുന്ന അവസ്ഥ, ഈ അവസ്ഥ കൗമാരപ്രായത്തിൽ കൂടുതലായി കണ്ടുവരുന്നു. എന്നാൽ പ്രസവത്തിന് ശേഷം ഇത് കുറവായി കാണുന്നു. ഗർഭാശയത്തിന്റെ ശക്തിയായ ചുരുങ്ങലാണ് ഇതിന് പ്രധാന കാരണമെങ്കിലും ഗർഭാശയ സംബന്ധമായ പല രോഗങ്ങൾ കൊണ്ടും ഇത് ഉണ്ടാകാം. ഒരു പ്രത്യേക ഔഷധമാണ് ഇതിനുള്ളത്. അംബ്രോമാണ് അതിൻ്റെ ഉള്ളത്. അത് മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. 10 തുള്ളി വെള്ളത്തിൽ ചേർത്ത് ആർത്തവം തുടങ്ങിയ ദിവസം മുതൽ 7 ദിവസം വരെ കൊടുക്കുക. വേദന മാറിയെങ്കിൽ അടുത്ത ആർത്തവം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പേ തുടങ്ങാവുന്നതാണ്. ഞാൻ വേറൊരു മെഡിസിൻ കൊടുക്കാറുണ്ട്. അത് വിബ്രണം ഓപ്പലസ് മദർ ടിഞ്ചർ. കാരണം അതിന് ഒരു പ്രത്യേക സെർവിക്സിൽ ഒട്ടുണ്ട്. അത് വികസിക്കാത്തതാണ് കാരണം. ഈ ബ്ലഡ് അവിടെ ക്ലോട്ട് ചെയ്ത് നിൽക്കും. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ് വിബ്രണം ഓപ്പലസ്. മദർ ടിഞ്ചർ കൊടുക്കുമ്പോൾ വളരെ കുറവ് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രസവവേദന പോലെ അനുഭവപ്പെടുന്നു. അമിതമായ ബ്ലീഡിങ്, കോൺസ്റ്റിപ്പേഷൻ, ഇതിനോടൊപ്പം വർദ്ധിച്ച ക്ഷീണവും അനുഭവപ്പെടുന്നത് അലർട്ടിസ് പർണോസാണ്. 10 തുള്ളി വീതം മദർ ടിഞ്ചറാണ്. 3 മണിക്കൂർ 4 മണിക്കൂർ ഇടയിട്ട് പോകും. അത് ലൂക്കോറിയായിക്കും ഒരു നല്ല മെഡിസിൻ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ട ഒരു മദർ ടിഞ്ചറാണ് അലർട്ടിസ് പർണോസ. ഉടുപ്പ് അസ്ഥികൾക്കിടയിൽ മുറിക്കുന്നത് പോലെയുള്ള കഠിനമായ വേദന പെട്ടെന്നുണ്ടാകുകയും അതിവേഗത്തിൽ ശമിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് വരും, പെട്ടെന്ന് കുറവാകും. ഉദരത്തിലുള്ള അവയവങ്ങൾ യോനിയിൽ കൂടി വെളിയിൽ വരുന്നത് ഉള്ള തോന്നൽ നിവർന്നിരിക്കുമ്പോൾ ഇതിന് ശമനം കിട്ടുന്നു. ബെഡ്ലോണാണ് മെഡിസിൻ. അത് പൊട്ടൻസിയാണ്. അതൊന്നുകൂടെ വായിക്കണേ സാറേ. ഉടുപ്പ് അസ്ഥികൾക്കിടയിൽ, അതായത് അസ്ഥികളുടെ നമ്മുടെ അതിൻ്റെ ഒന്ന് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് വരാൻ പാടാം. ഇടുപ്പ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇടുപ്പ് അതായത് നമ്മുടെ ഈ ഇവിടുത്തെ ഉണ്ടല്ലോ ഈ നടുവിന് ഈ താഴോട്ടുള്ള എല്ലിന് അവിടെ അസ്ഥികൾക്ക് ഭയങ്കരമായ വേദന. അതായത് ഹിപ്പ് ബോണിനും അതായത് സേക്രൽ ബോണിനും അവിടെ ആയിട്ട് ഭയങ്കര വേദന ഉണ്ടായിരിക്കും. പെട്ടെന്ന് വരികയും പെട്ടെന്ന് ശമിക്കുകയും ചെയ്യും. വയറ്റിലുള്ള എല്ലാം കൂടെ വെളിയിലോട്ട് തള്ളി വരുന്നു, യോനിക്കൂടെ വെളിയിലോട്ട് തള്ളി വരുന്നു എന്നുള്ള ഒരു തോന്നല്. ഇരുന്നാൽ കുറച്ച് കുറവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബെഡ്ലോണായിരുന്നു മെഡിസിൻ. ബെഡ്ലോണ ഭയങ്കര വേദനയാണ്. രക്തം വളരെ കുറവായിരിക്കും. വൃക്കകളുടെ സൈഡില് വേദന അനുഭവപ്പെടും. സംഭോഗ സമയത്ത് മുറിയുന്നത് പോലുള്ള വേദന, അതായത് പോയിഷൻ സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. യോനിയിൽ
പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ബെറിബറീസ് വൾഗാരിസ്. ഞാൻ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്, പൊട്ടൻസിയും കൊടുക്കാറുണ്ട്. സമയം തെറ്റി നേരത്തെ വരുന്ന ആർത്തവം ബ്ലീഡിങ് ഭയങ്കര കൂടുതലായിരിക്കും. വയറ്റിലും അരക്കെട്ടിലും വേദന, നടന്നാൽ കൂടും. എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡിസിനാണ് ബ്രയോണിയം, ഇൻറ്റർവേഷൻ ബൈ മൂവ്മെന്റ്. ആർത്തവത്തിന് മുമ്പും ശേഷവും അനുഭവപ്പെടുന്ന വേദന, അത് നേരത്തെ തുടങ്ങും. അതിന് മുമ്പ് തന്നെ ബ്ലീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് വേദന അനുഭവപ്പെടും. ക്രമം തെറ്റി വളരെ പെട്ടെന്നോ താമസിച്ചോ വരും. ചിലപ്പം വേഗമായിരിക്കും, ചിലപ്പോൾ താമസിച്ചായിരിക്കും. രക്തസ്രാവം കൂടുന്തോറും വേദനയും കൂടുന്നു. കൂടുതൽ ബ്ലീഡിങ് ഉണ്ടായാൽ കൂടുതൽ വേദന ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ സിമിസിഫുഗ അല്ലെ ആക്ടിയ റെസിമോസ എന്ന് അതിന് പറയും. അതാണ് മെഡിസിൻ. അത് മദർ ടിഞ്ചറും 3x വരെയുള്ള പൊട്ടൻസികളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. വേദനയോടുകൂടി ഉള്ള ആർത്തവത്തിന് കൊടുക്കാവുന്ന വേറൊരു മരുന്നാണ് ഡാമിയാൻ. അത് സെക്സ്വൽ എക്സൈറ്റ്മെന്റിനും വേണ്ടിയും കൊടുക്കാം. ഇല്ലാത്തവർക്ക്, ആശയും ആഗ്രഹമൊന്നും ഇല്ലാത്തവർക്ക് കൊടുക്കാം. ആണിനും പെണ്ണിനും കൊടുക്കാം. ഇടപെട്ട് അസഹനീയമായ വയറുവേദന, ഗർഭാശയത്തിന്റെ കീഴ്ഭാഗത്ത് സൂചി കൊണ്ട് കുത്തുന്ന വേദന അനുഭവപ്പെട്ടാൽ കോളോഫൈലമാണ് മരുന്ന്. അത് മദർ ടിഞ്ചറാണ്. ഡാമിയാനും മദർ ടിഞ്ചറാണ്, പറയാൻ മറന്നുപോയി. രണ്ടും 10 കൊള്ളി വീതം വെള്ളത്തിൽ ചേർത്ത് 1 മണിക്കൂർ, അണ്ടമാനം ഉണ്ടെങ്കിൽ അരമണിക്കൂർ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആർത്തവത്തിന് മുമ്പ് വേദന വർദ്ധിക്കുകയും തുടങ്ങുമ്പോൾ ശമിക്കുകയും ചെയ്യുന്നു. അതായത് അതിന് മുമ്പായിരിക്കും ഭയങ്കര വേദന. അത് ബ്ലീഡിങ് തുടങ്ങിക്കഴിയുമ്പോൾ കുറയും. വളരെ നേരത്തെ വരുന്ന ആർത്തവം ഇരുണ്ട കറുത്ത നിറത്തിൽ ചരൽ പോലെ ശ്രവിക്കുന്ന ആർത്തവസ്രാവം, ചാണ്ടുന്നത് പോലെ, മിന്നൽ പോലെ, വെടിവെക്കുന്നത് പോലെയുള്ള വേദന. വലതുവശത്തെ വേദന കൂടിയിരിക്കും. ഇടവിട്ടിടവിട്ട് ശക്തിയായി വരുന്ന യോനി സങ്കോചം, ചൂടുകൊണ്ടും മുന്നോട്ട് വളയുന്നത് കൊണ്ടും ആശ്വാസം, ആക്പോസാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു. എൻ്റെ കൊച്ചുമോക്ക് 2 ദിവസമായിട്ട് വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ വയറ്റി വേദന. 4 വയസ്സേ ഉള്ളൂ കേട്ടോ. ഇതുമായിട്ട് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എൻ്റെ മോനും മരുമകളും ഡോക്ടർമാരാണ്. അവരേതാണ്ട് ഡ്രോപ്സൊക്കെ കൊടുത്തു. ചില നേരത്തെ കുറവുണ്ട്, പിന്നെയും വയറ്റി വേദന. ഞാൻ ഈ മാക്പോസ് പിടിച്ചിട്ടുണ്ടായിരുന്നു, 0/3. ഒരു 4-5 പിൽസ് എടുത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് വയറ്റി വേദന പിന്നെ പറഞ്ഞില്ല. അത്രയ്ക്ക് എഫക്റ്റീവാണ് ഈ മാക്പോസ്. ഞാൻ ഡിസ്പെനോറിയയ്ക്ക് എൻ്റെ ഒരു സാറ് ഗുജറാത്തിലായിരുന്നപ്പം പല ഡിസ്പെനോറിയയ്ക്കും പുള്ളി ആദ്യം കൊടുക്കുന്ന മരുന്ന് മാക്പോസ്. അതും 6x കൂടി കൊടുക്കുന്നത്. ഞാൻ വളരെ അധികം തക്കാല കുറവിന് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് മാക്പോസ്. ഞാൻ 2 ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മാക്പോസ് 6x ഉപയോഗിക്കാറുണ്ട്, 0/3 ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വളരെ റെയറായിട്ട് വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ ഹൈപ്പർടെൻസി 200 വണ്ണമൊക്കെ വല്ലപ്പോഴും ഒക്കെ കൊടുക്കാറുണ്ട്. ഇതിന് വേദനയോടുകൂടി വരുന്ന നൽകാവുന്ന വേറൊരു ഔഷധമാണ് പാസിഫ്ലോറ. ഉറക്കം പോലും വരികയില്ല. രാത്രി ഇങ്ങനെ ഉറക്കുറഞ്ഞ് വേദന കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 20 തൊട്ട് 30 ഉള്ളിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടയിട്ട് അങ്ങ് ഉറങ്ങിപ്പോകും.
ഏത് മരുന്നാ സാറേ? പാസിഫ്ലോറ. പാസിഫ്ലോറ മദർ ടീച്ചറാണേ. ആ, ആർത്തവ അത് രണ്ട്- ഏ 10 തുള്ളി. 10 20 തൊട്ട് 30 കൂടി തരും. എത്ര നേരം കൊടുക്കാം? അത് അതിനോട് 2-3 പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ ഉറങ്ങിക്കഴിയും, വേദനയും പോകും, പിന്നെ കൊടുക്കേണ്ടി വരികയില്ല. ഞാൻ 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇടയിട്ട്. അതേപോലെ ഫെയിലിയർ ആയിട്ടില്ല കേട്ടോ. രാത്രിയിലൊക്കെ ഉറക്കം വൈക്ക് വേദന കൊണ്ട് ഉറങ്ങാൻ വരാത്തവർക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻ. ഈ ആർത്തവ സ്രാവം തുടങ്ങുമ്പോൾ വേദന നിൽക്കുന്നു. കറുത്ത് വളരെ കുറച്ചു പോകുന്ന കട്ട പിടിച്ച രക്തം വളരെ വേഗത്തിൽ ചിരിക്കുകയോ കരയുകയോ ചെയ്യുന്നു. എല്ലാവർക്കും ഒരുമാതിരി മെഡിസിനൊക്കെ പിടികെട്ടി കാണുമെന്ന് തോന്നുന്നു. അറിയാമോ ഡോക്ടർക്ക്? പറയാമോ? എപ്പോഴും കേൾക്കുന്ന ശരിക്കും കേട്ടില്ല സാറേ, ഒന്നുകൂടെ പറയാം. അതായത് കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് കരയോണ്ടിരിക്കുന്നവർ തമാശ പറഞ്ഞാൽ ചിരിക്കും. അത് നാട്ടിലാണോ സാറേ? തുടങ്ങുമ്പോൾ വേദന കുറയും. ആർത്തവത്തിന് മുമ്പ് കൊടുക്കാവുന്ന ഭയങ്കര വേദനയാണ്. പ്രീ മെൻസ്ട്രൽ പെയിന് ഭയങ്കരമായി വരാവും. അതിന് കറുത്ത രക്തമായിരിക്കും, കട്ട പിടിച്ചിരിക്കും, പെട്ടെന്ന് കരയും ചിരിക്കും, മാറി മാറി ചെയ്യും. ഈ സിംറ്റം ഞാൻ വളരെയധികം വെരിഫൈ ചെയ്തിട്ടുള്ള. പൾസാറ്റിലാണോ സാറേ? അതെ അതെ, അത് തന്നെ. വളരെ ശാന്ത സ്വഭാവമായിരിക്കും, വളരെയധികം സ്നേഹം കാണും. ഇതിന് നേരെ എതിരാ സെപ്റ്റിയ. അതായത് പൾസാറ്റില പേഷ്യന്റിനെ കല്യാണം കഴിക്കുന്നവർ രക്ഷപ്പെട്ടു. വളരെയധികം സ്നേഹവും നമ്മൾ പറയുന്ന കൂട്ട് കേട്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിച്ചോളും. നേരെ തിരിച്ച സെപ്റ്റിയാണെങ്കിൽ ഒരിക്കലും സ്വസ്ഥത തരിക. എപ്പോഴും ഒരു ക്ഷീണിച്ച് ജോലി ചെയ്ത് തളർന്ന് അടിഞ്ഞു വരുന്ന ഒരു സ്വഭാവം. എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു കാര്യമില്ലെങ്കിലും ചുമ്മാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണെങ്കിൽ സെപ്റ്റിയാകുന്നത് എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, ക്ഷീണിച്ച മതി. മറ്റേതല്ല, എപ്പോഴും ചിരിച്ച് നല്ല ഊർജ്ജസ്വലമായിട്ട് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തിരിക്കും. ഞാനൊരു ക്ലൂ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ഞാൻ പൊട്ടൻസി കൊടുക്കും. ചില കേസുകളിൽ 3x മദർ ടിഞ്ചർ വരെയൊക്കെ കൊടുക്കും ചിലപ്പോക്കെ. അത് ഏത് മെഡിസിൻ്റെ പറഞ്ഞേ? പൾസാറ്റയുടെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് വേറൊരു നല്ല മെഡിസിനാണ് ഇങ്ങനെയുള്ള കേസുകൾ. അരക്കെട്ടിന് മുതൽ നാമ്പി പ്രദേശം വരെ നീണ്ടു നിൽക്കുന്ന ബേണിംഗ് പെയിൻ. ഒരുപാട് നേരത്തെ നിൽക്കാതെ ഇങ്ങനെ രക്തം പൊക്കോണ്ടിരിക്കും. വെള്ളം പോലെയും കട്ട പിടിച്ചും ഉള്ള രക്തം രണ്ടാർത്തവാദങ്ങൾക്ക് ഇടയ്ക്കുണ്ടാകുന്ന, രണ്ടിനും ഇടയ്ക്ക് ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതൊന്നുകൂടെ വായിക്കണേ സാറേ. അരക്കെട്ട് മുതൽ നാഭി പ്രദേശം വരെ നീണ്ടു നിൽക്കുന്ന ബേണിംഗ് പെയിൻ, early menses, watery discharge, ചിലപ്പോൾ കട്ട പിടിച്ചു ഇരിക്കും. രണ്ട് ആർത്തവപ്പിരിനും ഇടയ്ക്കുണ്ടാകുന്ന രക്തസ്രാവം ഒരുപാട് പേർക്കുണ്ട് കേട്ടോ. അത് കൂടുതലും ഈ ഹോർമോൺ ഇംബാലൻസും മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അതിന് കാരണം. പക്ഷേ ഇതിനുണ്ടാകുന്ന ഒരു പ്രത്യേക സിംറ്റം എന്ന് പറഞ്ഞാൽ, അതായത് മൈഥുനാസക്തി കൂടുതലായിരിക്കും. കാലുകൾ നീട്ടി തറയിൽ ഇങ്ങനെ മടർന്നു കിടന്നാൽ വളരെയധികം ആശ്വാസമായിരിക്കും. അതിനാണ് സമീന ഞാൻ മെയിൻ കൊടുക്കാറുള്ളത്. വേറൊരു കണ്ടീഷനുണ്ട്, അത് ഈ ഇൻ ബിറ്റ്വീനുള്ള പീരിയഡ്സിലുള്ള ഈ ബ്ലീഡിങ്ങിന്. പിന്നെ ഏർലി മന്ത്സ് അബോർഷൻസിനും സമീന നല്ലൊരു മെഡിസിനാണ്. ക്രമമല്ലാത്ത നടുവേദനയോടുകൂടി വരുന്ന ആർത്തവം
ഭ്രമയില്ല. അടിവയറ്റിൽ അസഹനീയമായ വേദന, അൺബിയറബിൾ പെയിൻ. കറുത്തതോ കട്ട പിടിച്ചതോ ആയി കാണുന്ന ബ്ലാക്ക് ആൻഡ് ക്ലോട്ട്. സറാക്ക ഇൻഡിക്ക. ഇതെനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്ന ഒരു മെഡിസിനാണ്. ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന ഈ ഏതാ സാറേ? സറാക്ക ഇൻഡിക്ക. തറാക്ക. സറാക്ക എസ് ആണോ? ഇതിൻ്റെ അകത്ത് ഈയിടെ പുള്ളി അതിൻ്റെ സ്പെല്ലിംഗ് കൂടെ അയച്ചു തന്നിട്ടുണ്ട്. പല നാളായിട്ട് ഞാനതാ കൂടുതലും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ്. അത് മദർ ടിഞ്ചറാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്ന ഒരു മെഡിസിനാണ്. ഇതാണ് അതിൻ്റെ ഞാൻ 1-2 വർഷമായുള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നല്ല റിസൾട്ടാണ്. ഡിസ്മെനോറിയ, വേദനയോട് കൂടിയ ആർത്തവം, വളരെ നേരത്തെ വരുന്ന അമിതമായ ആർത്തവസ്രാവം, എർലി മെൻസസ്. വേദനയോടുകൂടി ബ്ലീഡിങ് കൂടുതല, ശരീരം തണുത്തിരിക്കുക, തണുത്ത വിശർപ്പ് ശരീരത്ത് കാണുന്നു, ചെറിയ ആയാസം കൊണ്ട് പോലും മുഖാലസ്യപ്പെടുന്നു. ബെറേട്ടമാൽമിൻ്റെ സിൻഡ്രോം. ബെറേട്ടമാൽ ഞാൻ മുമ്പേ പറഞ്ഞ മെഡിസിൻ തന്നെ. സെപ്പ്യാഡ്. ക്രമരഹിതമായ ആർത്തവം വളരെ മുൻപേ താമസിച്ച് അത്യധികമായി തടഞ്ഞ് അല്ലെങ്കിൽ കൂടുതൽ രക്തം സ്രവിക്കുന്നു. ആർത്തവത്തിന് മുമ്പ് ഛർദിയോ തലവേദനയോ അനുഭവപ്പെടുന്നു. അരക്കെട്ടിനുള്ള എല്ലാ അവയവങ്ങളും വെളിയിലേക്ക് വരുന്നത്, അതായത് ഒരു പ്രൊഡാക്സിന്റെ പോലെയുള്ള തോന്നൽ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെപ്റ്റിയാണ് മെഡിസിൻ. ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും, ഭയങ്കര വർക്കോളിക് ആയിരിക്കും, എപ്പോഴും എക്സോസ്റ്റഡ് ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ സെപ്റ്റിയാണ് മെഡിസിൻ. പിന്നെ എപ്പോഴും മക്കളോടും ഭർത്താവിനോടും വീട്ടിലുള്ളവരോടും ഒക്കെ ഭയങ്കര ഇടണം. വെളിയിൽ പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരുമായിട്ട് നല്ലതായിട്ട് പെരുമാറും. പക്ഷെ വീട്ടിൽ ഭയങ്കര ഇതാണ്. ഈ മെനറേറിയാണ് അടുത്തത്, അമിത രക്തസ്രാവം. സാറേ നമുക്ക് 10 മിനിറ്റ് ഉണ്ട്. തുടങ്ങണോ അതോ മെനറേജി കൂടെ പറയാം സാറേ? വേദിയായിക്ക് എത്ര സമയം എടുക്കും പറയാം. 5-10 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. അമിത രക്തസ്രാവം, അതായത് മെൻറേജിയ. ഗർഭാശയ സംബന്ധമായ പല രോഗങ്ങളും അമിത രക്തസ്രാവത്തിന് കാരണമാകും. ഗർഭമനസ്സുക, പ്രസവാനന്തര പ്ലാസന്റ പുറത്തു വരാതിരിക്കുക, ഗർഭാശയമുഖം കീറിപ്പോവുക, ലൈംഗിക ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുക, അമിത സംഭോഗം തുടങ്ങിയവ ഈ അവസ്ഥയ്ക്ക് ഏതാനും കാരണങ്ങളാണ്. സമയം തെറ്റി നേരത്തെ വരുന്ന ആർത്തവം, പ്രസവ വേദന പോലെയുള്ള വേദന അനുഭവപ്പെടുക, കറുത്ത് കട്ട പിടിച്ച രക്തത്തോടെ അമിതമായി പോകുന്നു, ആർത്തവസ്രാവം, 2 ആർത്തവകാലത്തിനിടയ്ക്ക് വെള്ള പോലുള്ള സ്രാവം. ഞാൻ പറഞ്ഞല്ലോ, ലൂക്കോറിയയ്ക്ക് ഒരു നല്ല മെഡിസിനാണ്. പ്രത്യേകിച്ച് 2 മെൻസസിനും ഇടയ്ക്കുള്ള സമയത്ത് അങ്ങനെ വരികയാണെങ്കിൽ അലേട്രിസ് ഫർമേഷ്യ, മദർ ടിഞ്ചറാണ് അത് കൊടുക്കുന്നത്. അന്നേരം നിൽക്കും, പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിനാണ്. ഞാൻ അതിന്റെ സിംറ്റം ഒന്നുകൂടെ പറയാമോ സാറേ? സമയം കൂടിപ്പോയെങ്കിൽ എന്നോട് പറഞ്ഞേക്കുന്നത്. സമയം തെറ്റി നേരത്തെ വരുന്ന ആർത്തവം, പ്രസവ വേദന പോലെയുള്ള വേദന അനുഭവപ്പെടുന്നു, കറുത്ത് കട്ടി പിടിച്ച രക്തത്തോടെ അമിതമായി പോകും. ബ്ലഡ് കട്ടി പിടിച്ചതായിരിക്കും, കറുത്തതായിരിക്കും. 2 ആർത്തവത്തിനിടയ്ക്കും അതായത് ലൂക്കോറിയ ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ അലേറ്റിസ് ഫൊർണോസ, മദർ ടിഞ്ചർ കൊടുത്താൽ വളരെ കുറവ്, വളരെ നല്ല കുറവ്. നേരത്തെ വരുന്ന വേദനയോട് കൂടിയ അമിത ആർത്തവസ്രാവം, ആർത്തവസ്രാവത്തിൽ കട്ട പിടിച്ച രക്തം കാണുക, വയറ് വീർത്ത് വരികയാണെങ്കിൽ ചൈനീയ മെഡിസിൻ. ഇത് ഞാൻ ഒരുപാട്, എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ഒരു ലളിതാമാടം ഉണ്ടായിരുന്നു. ഞാൻ ഹൗസ് സർജൻസിക്ക് പഠിക്കുമ്പോൾ, ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ
ഈ ലളിതാമാടത്തിന്റെ കീഴില കുർച്ചിയിൽ 3 മാസം ചെയ്തു. ഒരു ലേഡി ആരും ഇല്ലാത്തപ്പം ടീച്ചറിന്റെ അടുത്ത് വരും. ടീച്ചർ എന്നും കുറിക്കുന്ന മെഡിസിൻ ചൈനയാണ്. ഒന്നും ചോദിക്കുകയില്ല, പറയുകയില്ല. അന്നേരം ഞാനൊരു ദിവസം ചോദിച്ചു, മാഡം എന്തിനാ അവരിന്നും എന്നും ടീച്ചറിന്റെ ആരും ഇല്ലാത്ത സമയം നോക്കി? എൻ്റെ ഡോക്ടറെ, അവർക്ക് മെൻസ്ട്രൽ പ്രോബ്ലം, അവർക്ക് വേറൊരു ഡിസീസ് കൂടെ ഉണ്ടായിരുന്നു, ലൂക്കോഡർമായി. സൾഫർ ഇടയ്ക്ക് കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രശ്നം വരുമ്പോൾ ചൈനയാണ് കൊടുത്തത്. ലോവർ പൊട്ടൻസിയാണ് കൊടുത്തത് കേട്ടോ. 1X ഒക്കെയാണ് കൊടുത്തത്. അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ലളിത ടീച്ചർ, ഞാൻ ഓർക്കുന്നു, എനിക്കത് പറഞ്ഞു തന്നത് ലളിത ടീച്ചറാണ്. ഈ ഡിസ്പെനോറിയ വിത്ത് ഇത് ബ്ലീഡിങ് കൂടുതലാണ്, അത് പ്ലോട്ടുകൾ കാണും, വയറ് വീർത്ത് വരുന്ന കൊണ്ടുള്ള പോകുന്നത്, അതിന് ചൈനയാണ് കൊടുത്തത്. ഞാൻ ഇന്നും അത് കഴിഞ്ഞ് ഒരുപാട് പേർക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് അമിതമായി പോകുന്ന രക്തസ്രാവം, തെളിഞ്ഞു ചുവന്ന നിറത്തിലുള്ള ആർത്തവസ്രാവം, ആർത്തവത്തോട് ഓക്കാനോ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്താൽ എപ്പിക്കാക്കാണ്. ചിലപ്പോൾ ഛർദ്ദിച്ചൊന്നും വരാം കേട്ടോ. അമിതമായ രക്തസ്രാവത്തിന് നൽകാവുന്ന വേറൊരു മെഡിസിനാണ് പെറമെറ്റ്. അത് പൊട്ടൻസിയാണ്. അത് ഏത് പൊട്ടൻസിയാ സാറേ നല്ല പെറമെറ്റിന്? ഞാൻ കൂടുതൽ കൊടുക്കുന്നത് 0/3. അത് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ 200 1 ഒക്കെ കൊടുക്കാറുണ്ട്. ചിലപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സെന്റിസ്മൽ പൊട്ടൻസിയും കൊടുക്കാറുണ്ട്. ഡിസ്പെനോടുകൂടി കട്ട പിടിച്ച രക്തം 2 ആർത്തവാരത്തിന് ഇടയ്ക്ക് വരും, 2നും ഇടയ്ക്ക് വരും. മുമ്പത്തെ സബീന പറഞ്ഞു. പിന്നെ സബീന വേറൊരു നല്ല മെഡിസിനാണ്. പിന്നെ ഒന്ന് പറയുന്നത് തലാപ്സി. അങ്ങനെയാണ് 2നും ഇടയ്ക്ക് വരുന്ന ഇതിന് വളരെ. അത് ടിഞ്ചർ ആയിരിക്കും അല്ലേ? അത് ടിഞ്ചർ, ശരിയാ, കറക്റ്റാ. ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ആർത്തവസ്രാവം, ആർത്തവം ഒരാഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്നു, അസഹനീയമായ നടുവിന് വേദന, പൊട്ടിപ്പോന്ന തൊട്ടുള്ള വേദനയാണ്, തെളിഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള രക്തം, വർദ്ധിച്ച ക്ഷീണം അനുഭവപ്പെടുന്നു, ചലനം കൊണ്ട് ലക്ഷണങ്ങൾ വർദ്ധിക്കുക, അനങ്ങാൻ പാടില്ല, ചുമ്മാ ഇങ്ങനെ കിടക്കണം എന്ന് കുറെ കുറവ് കിട്ടും. ട്രില്യമാണ് മെഡിസിൻ, ട്രില്യം പെൻഡുലേറ്റം. ഇനി അഥവാ ട്രില്യം കൊണ്ട് നിന്നില്ലെങ്കിൽ മില്ലിബോഡി, ഞാൻ ഇതൊക്കെ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. സാധാരണ കൊടുക്കുന്ന പൊട്ടൻസി അതുകൊണ്ട് കുറവില്ലെങ്കിൽ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. ട്രില്യം കൊണ്ട് കുറവ് കിട്ടിയില്ല, മില്ലിബോഡിയും കൊണ്ട് തീർച്ചയായിട്ടും കുറവ് കിട്ടും. അരക്കെട്ടിലുള്ള വയറ്റിലുള്ള എല്ലാ സംഗതികളും വെളിയിലോട്ട് തള്ളി വരുന്നതുകൊണ്ടുണ്ടെങ്കിൽ, തോന്നലുണ്ടെങ്കിൽ, ഫൈക്കസ് റിലിജിയോസ, ഇത് സെപ്റ്റിയായിക്ക് വരാം, വേറെ പല മെഡിസിനും വരാറുണ്ട്. പക്ഷേ ഫൈക്കസ് റിലിജിയോസയ്ക്കും എന്തൊരു, അത് മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത് കേട്ടോ. മദർ ടിഞ്ചർ ഫൈക്കസ് റിലിജിയോസ, ഫൈക്കസ് റിലിജിയോസ എന്നും പറയാം, FICUS എന്നും. ഗർഭാശയ സംബന്ധമായ രോഗങ്ങളോട് കൂടി വരുന്ന അമിതമായ ആർത്തവസ്രാവം, വേദനയോടുകൂടി ആർത്തവം, കറുത്ത ദുർഗന്ധത്തോടു കൂടി ആർത്തവം, അത് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു മെഡിസിനാണ് തറാക്ക ഇൻഡിക്ക. അഴുക്ക് മണമൊക്കെ വരും. തറാക്ക ഇൻഡിക്ക ഞാൻ മുമ്പേ പറഞ്ഞതാ. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്ന മെഡിസിനാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ആർത്തവം, തെളിഞ്ഞ ചുവപ്പ് നിറത്തിൽ കട്ട പിടിച്ച രക്തമുള്ള ആർത്തവസ്രാവം, ചെറിയ പ്രകോപനം ഉണ്ടായാൽ പോലും വരുന്ന അമിത സ്രാവം, ഊഷ്ടിലാകമാണ് മെഡിസിൻ.
തെളിഞ്ഞ ചുവപ്പ് നിറം, കട്ട പിടിച്ച രക്തമുള്ള ആർത്തവം, ചെറിയ പ്രകോപനം ഉണ്ടായാൽ പോലും വരുന്ന അമിത സ്രവം. അനങ്ങിയാൽ അന്നേരം തന്നെ ഉണ്ടാകും. ആർത്തവിരാമത്തിന് അടുത്ത് വരുന്ന, അതായത് മെനോപോസിനോട് അടുത്ത് വരുന്ന നമുക്കാവുന്ന ഒരു പ്രത്യേക ഔഷധമാണ് മാഞ്ചിഫറ ഇൻഡിക്ക. കേട്ടിട്ടുണ്ടോ? മാഞ്ചിഫറ. എന്നാലും നമുക്ക് ഇപ്പന്നെ സമയം 22 മിനിറ്റേ ഉള്ളൂ. അന്നേരം ഇപ്പൊ ഇവിടെ നിർത്താം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടേലോ, കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ, വേറെന്തേലും പറയാനുണ്ടോ? പോരാന്ന് വേണേലും പറയാം കേട്ടോ. അതായത് അതിനെന്നാ പറയുന്നത്, ഒരു ഫീഡ്ബാക്ക് വേണമെങ്കിലും തരാം. ഇത് പോരാ, വേഗം പറയുന്നു, ക്ലിയർ അല്ല, പോരാ. എന്നാണ് ഡോക്ടർ ധനേഷ് പറഞ്ഞ മാതിരി സാറിന്റെ മുമ്പിലത്തെ ഒന്നും അത്ര സുഖമില്ലായിരുന്നു, ഈ പ്രാവശ്യത്തെ നല്ലതായിരുന്നു. സുഖമില്ലെങ്കിലും പറയാം. അതുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, ഇവിടെ നമ്മുടെ കുഴപ്പമൊന്ന് കണ്ടുപിടിക്കാം, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ ഈ പുതിയ ഇത് കേട്ടോണ്ടിരിക്കുന്നത് എത്ര പേരുണ്ട് ഞാൻ നോക്കിയില്ല, 29 പേരുണ്ട് സാറേ. സാറിന്റെ ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. നമുക്ക് അധികം സമയമില്ല എങ്കിലും കുറച്ച് സമയം എടുക്കുന്നു. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നെ മ്യൂട്ട് ചെയ്തിരിക്കുവാണോ ശൈല ഡോക്ടറെ? എന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്ന കുറുപ്പ് സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു അഭിപ്രായമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വലിയ വിഷമമാണ്. ഞാൻ കുറെ നേരം കൊണ്ട് ശ്രമിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇടയ്ക്ക് വെച്ച് ഒരു ഗ്യാപ്പിന് ശേഷം സാറ് നല്ലൊരു വിഷയമായിട്ടാണ് ഇപ്പൊ 2 ക്ലാസ് എടുത്തത്. 2 ക്ലാസ്സും ഒന്നിനൊന്നിനും മിച്ചം നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് നല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള ക്ലാസ്. വളരെ സന്തോഷം. സാറിനെ വീണ്ടും കണ്ടതിലും വളരെ സന്തോഷം. ക്ലാസ്സും നന്നായിരുന്നു. ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. വളരെ സന്തോഷം സാർ. ഓക്കെ, ഇത്ര നേരം കേട്ടോണ്ടിരുന്ന ഈ 29 പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത ഒരു ഭാഗം കൂടെ ഉണ്ട്, 3rd പാർട്ട്. അത് ഫീമെയിൽസിന്റെ പ്രോബ്ലംസ് കൂടുതലാണ്. ആണുങ്ങളെക്കാട്ടി പകുതി കൂടെ 50% കൂടുതലാണ് ഫീമെയിൽസിന്. അതുകൊണ്ട് ഇനി ഒരു ക്ലാസ് കൂടെ എടുക്കും. അത് എപ്പോഴാണോ അവസരം കിട്ടുമ്പോൾ അന്നേരം കാണാം. കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. നിർത്താൻ സമയമായില്ല, നന്ദി പറഞ്ഞില്ലല്ലോ. നന്ദി പറയണം സാറേ. അത് ഞാനല്ലല്ലോ പറയേണ്ടി. അത് നമുക്ക് സാറ് ചാറ്റ് പറഞ്ഞ് പോകാൻ പോണ പോലെ തോന്നി, അതാണ്. എനിക്ക് പറഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല ഇന്ന് സാർ. അതുപോലെ നല്ല സ്ലോ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം ശൈല ഡോക്ടറെ തന്നെ നന്ദി പറയുന്നതിന് ക്ഷണിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമല്ലേ സാറിന്റെ ഇന്നത്തെ ഈ നല്ല ക്ലാസ്സിന് ഒരു നന്ദി പറയാൻ അവസരം കിട്ടിയത്. വളരെ സന്തോഷം. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വന്ന് നല്ലൊരു ക്ലാസ് എടുത്ത സാറിന് IFPHന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുകയാണ് ഷീല ഡോക്ടർ. അതുപോലെ ഒത്തിരി പേര് ഇന്നത്തെ 30 പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശൈല ഡോക്ടർ. എന്തായാലും എല്ലാവരും സാറിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കൂടെ യൂട്യൂബിൽ കാണണം. അതായത് 2087 ദിവസം സാറ് വളരെ നല്ലൊരു ക്ലാസ് തന്നിരുന്നു. അതിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റും ലൈംഗിക ബലഹീനത, ഹൈഡ്രോസീല്, അസൂസ്പെർമിയ, ഇച്ചിങ്, പ്രിമച്ചർ ഇജാക്കുലേഷൻ, വിരക്തി, ആസക്തി കൂടുതൽ, ഓർക്കൈറ്റിസ്, ക്യാൻസർ, ബെലനൈറ്റിസ്, നൈറ്റ് മിഷൻ എന്നീ കണ്ടീഷനുകൾക്കെല്ലാം മെഡിസിനുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും 2087 ദിവസത്തെ വീഡിയോ കൂടി കാണണം. എന്തായാലും നമ്മുടെ ഇന്നത്തെ സൂം വെബിനാർ വളരെയധികം വിജയകരമാക്കി സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്.
ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും അഭിപ്രായം പറഞ്ഞ ശൈല ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 2092 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. സനീഷ് ഡോക്ടറാണോ ഫസ്റ്റ്? സനീഷ് ഡോക്ടർ വിളിക്കണം. വന്നില്ലല്ലോ. ഞാൻ വിളിക്കണോ? ഉം. എടുക്കുന്നില്ലല്ലോ. ഡോക്ടറെ നിർത്തുവാ. വന്നു ഇപ്പൊ വരും. ഉം. വന്നു